ഇന്ന് നമ്മൾ സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പ് മേക്കിംഗ് ആണ്. ഓക്കെ, ഇത് സാറ്റിൻ റിബണ് കുറച്ച് വർക്കും ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്ലിപ്പാണ് അലിഗേറ്ററിൽ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരേ അളവിലുള്ള 2 പീസ് എടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ ഓരോ മടക്കും എങ്ങനെയാണെന്ന് മടക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നീഡിൽ വെച്ചിട്ട് നീഡിലും ത്രെഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുക. അങ്ങനെ കോർത്തെടുത്തതിന് ശേഷം നന്നായിട്ട് വലിച്ച് വെക്കണം. അപ്പോഴാണ് നന്നായിട്ടൊന്ന് ടൈറ്റ് ആവുള്ളൂ. ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തു കുറച്ചൊരു വെറൈറ്റി ഐറ്റമായിട്ട്. ഇതുപോലെ 2 പീസ് വേണം. ഇതുപോലെ 2 പീസാണ് ആവശ്യമുള്ളത്. എന്നിട്ട് മറ്റേതും ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കുക. ഇതുപോലെ സൂചിയും നൂലും വെച്ചിട്ട് ഇങ്ങനെ രണ്ടും ഒരേ ഒരു ലെവലിൽ നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് വലിച്ച് മുറുക്കി ചെയ്യണം. നല്ല നീറ്റ്നെസ്സിലൂടെ ചെയ്യണം. നീറ്റ്നെസ്സാണ് മെയിനായിട്ട് നമുക്കിതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാവരും ചെയ്ത് എടുക്കുക. ഇപ്പോൾ മുകൾ ഭാഗം വേറെ കുറേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട ശേഷം അതിൻ്റെ അടിഭാഗം നമ്മൾ എടുക്കണം. ഇത് അതിനേക്കാൾ കുറച്ച് ചെറിയൊരു പീസാണ്. മുകൾക്ക് നമ്മൾ ചെയ്തു വെച്ചില്ലേ അതിനേക്കാൾ കുറഞ്ഞൊരു മാറ്റത്തിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് സൂചി വെച്ചിട്ടൊന്നിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് വലിച്ച് ആ ഒരു മുകളിലെ ഫ്ലവറിന് യോജിച്ച രീതിയിൽ നല്ല ഫിറ്റ്നസ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വലിച്ച് മുറുക്കി രണ്ടിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് സൂചി വെച്ചിട്ട് തുന്നിയെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഏത് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും മെയിനായിട്ട് നല്ല നീറ്റ്നെസ് വേണം. അതിനായിട്ട് നല്ല ലൂസിൽ ചെയ്തെടുക്കരുത്. ഏത് കാര്യമായാലും നന്നായിട്ട് വലിച്ച് മുറുക്കി നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ ഈ അടിഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്യാതെയും എടുക്കാം. എന്നാൽ എനിക്ക് കട്ട് ചെയ്തിട്ടാണ് കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് തോന്നിയത്. അങ്ങനെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2 ഭാഗം ഒരേ അളവിലായിട്ട് എടുക്കണം. എന്നിട്ട് ലൈറ്റർ എടുത്തിട്ട് നമ്മൾ ആ നൂല് ഒന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലുള്ള ചെറിയ ഭാഗം അതാണ് ഇനി ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ 2ആയി മടക്കണേ. ആ നൂലുണ്ടല്ലോ, ആ നൂല് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ ആ നടുഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം. നൂല് പുറത്തേക്കൊന്നും കാണരുത്, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ നൂല് വെച്ചിട്ട് തന്നെ നമ്മൾ അതിനെ നന്നായിട്ട് മുറുക്കി വെക്കുക. ഗ്ലൂ വെച്ചിട്ടും ചെയ്യും, പക്ഷെ എനിക്ക് ഗ്ലൂവിനേക്കാളൊരു കംഫർട്ടബിളായിട്ട് തോന്നിയത് ഇങ്ങനെ സൂചി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ്. ഇതുപോലെ നന്നായിട്ട് വലിച്ച് വൃത്തിയായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. മാക്സിമം നല്ല നീറ്റ്നെസ്സോടെ കൂടി ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ച് 2 സൈഡിലും നല്ല രീതിയിൽ തുന്നിയെടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ അത് പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇനി അതൊക്കെ കട്ട് ചെയ്തു, ബാക്കി ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയറാക്കി
എടുക്കുക. കാരണം അവിടെയാണ് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് വെക്കുക. അപ്പം നൂല് പോരാതിരിക്കാനാണ് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ചെയ്യുന്നത്. ഇനി സൂചി നൂലും ഇതുപോലെ ഒന്നും കൂടി കോർത്തെടുക്കാം. നമ്മളെ ഒരു ഫ്ലവർ ഉണ്ട്, ആ ഒരു ഫ്ലവർ ഇതിലൊന്ന് വെക്കാൻ. ഫ്ലവർ വേണ്ടവർക്ക് ഫ്ലവർ വെക്കാം, ബീഡ്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എങ്ങനെയും വെക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഫ്ലവർ വെച്ചത്. ഈ ഫ്ലവറിനും നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കാം. പക്ഷേ എന്നാൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പോഴൊന്നും എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ബീഡ്സ് ഓക്കെ, ബീഡ്സ് നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇങ്ങനെ തുന്നുന്ന ഹോൾസ് ഉള്ളതിലേറെ നല്ല ഒട്ടിക്കുന്ന, ഒരു ഭാഗം പരന്നിട്ടും ഒരു ഭാഗം റൗണ്ടായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ബീഡ്സിലത് എടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് കെട്ടി നൂല് വെച്ചിട്ട് ചെയ്തിട്ട് അത് കാണാത്ത രീതിയിൽ വേണം അത് നൂല് നമ്മൾ കോർത്തെടുക്കുക അവിടെ ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ കുറച്ച് ഗ്ലൂ തേച്ച് ഇങ്ങനെ പശയൊന്ന് തേച്ചിട്ട് ഇങ്ങനെ മുത്തൊന്ന് വെച്ചിട്ട് നല്ല ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതവിടെ ഇങ്ങനെ നിന്നോടും. ഇനി നമുക്ക് ആവശ്യമുള്ളത് അലിഗേറ്റർ ക്ലിപ്പാണ്. ഇതാണ് അലിഗേറ്റർ ക്ലിപ്പ്. ഇതിലാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ്, ഇതിന് വേറൊരു തരം പശയാണ്, അതാണ് ഗ്ലൂ ഗണ്ണ്. ഇതൊന്ന് ചൂടാക്കി വയറൊക്കെ കുത്തി ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ വെക്കുക. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഇത് നല്ല ചൂടുണ്ടാവും, കാരണം ഗണ്ണിൻ്റെ അടിഭാഗം കാണുന്നുണ്ടോ, അതിലൂടെ നമ്മൾ പശ വെക്കുന്നത്. എന്തോ ഒരു കോല് പോലെയുള്ളൊരു സാധനമായിരിക്കും, അതങ്ങനെ ഉരുകി വരികയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടും ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇനി നന്നായിട്ട് പ്രസ് ചെയ്ത് അവിടെ വെച്ചാൽ അതവിടെ നിന്നോളും, അത് പോരുമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് മേക്കിങ്. കണ്ടില്ലേ, ഇത് നമുക്ക് ഒറ്റ കളർ വെച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.